മലയാളത്തിൽ മറ്റൊരു താരത്തിനും ഇല്ലാത്ത ബോക്സ് ഓഫീസ് നേട്ടമാണ് കഴിഞ്ഞ 1.5 മാസത്തിനുള്ളിൽ മോഹൻലാൽ സ്വന്തം പേരിലാക്കിയത്. മാർച്ച് 27-നെത്തിയ എമ്പുരാൻ ഒരു മലയാള സിനിമയ്ക്ക് നേടാനാകുന്നതിൽ ഏറ്റവും വലിയ കളക്ഷനാണ് സ്വന്തമാക്കിയത്. ഏപ്രിൽ 25-നെത്തിയ തുടരുമാകട്ടെ 200 കോടി ക്ലബും പിന്നിട്ട് ബോക്സ് ഓഫീസ് യാത്ര തുടരുകയാണ്. ഒപ്പം കേരളത്തിൽ ഒരു സിനിമ നേടുന്ന ഏറ്റവും വലിയ കളക്ഷനും സ്വന്തമാക്കുകയാണ് തുടരും. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 100 കോടി ക്ലബിലെത്തുന്ന ആദ്യ ചിത്രമായും തുടരും മാറി. ഇപ്പോഴിതാ ഈ വിജയത്തിന്റെ സന്തോഷം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനൊരുങ്ങുകയാണ് തുടരും ടീം. ചിത്രത്തിന്റെ പ്രൊമോഷണൽ സോങ് ആയിരുന്ന കൊണ്ടാട്ടം നാളെ മുതൽ തിയേറ്ററുകളിൽ എത്തും. അണിയറക്കാർ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഒരു മോഹൻലാൽ ചിത്രം ചെയ്യാനുള്ള അവസരം ലഭിച്ചപ്പോൾ ജേക്സ് ബിജോയ് സ്വന്തം ആഗ്രഹപ്രകാരം ചെയ്ത ഗാനമാണ് കൊണ്ടാട്ടമെന്ന് തരുൺമൂർത്തി മുൻപ് അഭിമുഖങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഹൈ എനർജിയും മോഹൻലാലിന്റെയും ശോഭനയുടെയും നൃത്തവുമൊക്കെയുള്ള ഗാനം സിനിമയുടെ മൊത്തത്തിലുള്ള മൂഡിന് ചേരാത്തതെന്ന് തോന്നിയതിനാൽ ചിത്രത്തിനൊപ്പം ഉൾപ്പെടുത്തേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയായിരുന്നു. സിനിമയുടെ റിലീസിന് ശേഷമാണ് പ്രൊമോ സോങ് യൂട്യൂബിലൂടെ ഇറക്കിയത്. എന്നാൽ ചില തിയേറ്ററുകാർ സിനിമയുടെ ഇന്റർവെൽ സമയത്ത് ഗാനം സ്വമേധയാ സ്ക്രീനിൽ പ്ലേ ചെയ്തിരുന്നു. ഈ ഗാനം നാളെ മുതൽ തിയേറ്ററുകളിൽ കാണാനുള്ള അവസരമാണ് പ്രേക്ഷകർക്ക് ലഭിക്കുന്നത്. ചിത്രത്തിന് ഇനിയും റിപ്പീറ്റ് ഓഡിയൻസിനെ ലഭിക്കാൻ ഇത് കാരണമായേക്കും. ജേക്സ് ബിജോയ് സംഗീതം പകർന്നിരിക്കുന്ന ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് വിനായക് ശശികുമാറാണ്. MG ശ്രീകുമാറും രാജലക്ഷ്മിയും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. അതേസമയം ജേക്സ് ബിജോയുടെ ഡിസ്കോഗ്രഫിയിൽ സവിശേഷമായ സ്ഥാനമുള്ള ആൽബമാണ് തുടരും. തന്റെ സ്ഥിരം രീതികളിൽ നിന്ന് മാറിയാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ഒരുക്കിയിരിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.